blessing today. This program is sponsored by ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മണിപ്പൂരിൽ നിന്ന് ബിന്ദു മോഹനം, അപ്പോൾ തന്നെ കേരളത്തിലെ അഞ്ചലിൽ നിന്ന് സന്തോഷ്, മോളി ആൻഡ് ആകാശ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരി ബിന്ദുവിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവ് മോഹനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആസ്മയിൽ നിന്നും പൂർണ്ണമായ വിടുതലും സൗഖ്യവും ഉണ്ടാകട്ടെ. ഇവർക്ക് സ്വന്തമായി ഒരു ഭവനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ കർത്താവെ, അവരുടെ മക്കൾ ഐശ്വര്യയ്ക്കായും അശ്വതിക്കായും പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുണ്ടാകട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഞ്ചലിൽ നിന്നുള്ള സന്തോഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോയിൻറ്റ് പെയിൻ മാറിപ്പോകട്ടെ. ഡയബറ്റീസിൽ നിന്നും അതുപോലെ തന്നെ കരൾ സംബന്ധമായ അസുഖങ്ങളിൽ നിന്നും പൂർണ്ണമായ വിടുതൽ അങ്ങ് കൊടുത്തതിനായി നന്ദി. തൻ്റെ ഭാര്യ മോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ക്യാൻസറിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം തനിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ ആകാശിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു നല്ല ഭാവി ആ കുഞ്ഞിന് ഒരുങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് സ്പോൺസറിനെയും യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ഈ രണ്ട് സ്പോൺസേഴ്സിനോടുള്ള ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മൂവാറ്റുപുഴ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 3 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. KM ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാൾ, നെഹ്റു സർക്കിളിന് സമീപം, മൂവാറ്റുപുഴ. തൃശൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 4 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, തൃശൂർ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. This message has two parts today. ഇന്നത്തെ ഈ സന്ദേശത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. First, I am going to speak about the source of the favor of God. ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ പ്രീതിയുടെ ഉറവിടത്തെ കുറിച്ചാണ്. God the Father is the source of all favor. ഓർക്കുക, ദൈവം എന്ന പിതാവായ ദൈവമാണ് സകല ദൈവപ്രീതിയുടെയും ഉറവിടം എന്നുള്ളത്. The Bible says God is love. കാരണം ബൈബിൾ പറയുന്നത് ദൈവം സ്നേഹമാകുന്നു. That means he is full of love, grace, favor, etc. അതിന്റെ അർത്ഥം ഇതാണ്, അദ്ദേഹം പൂർണ്ണമായും സ്നേഹത്താലും കൃപയാലും അങ്ങനെയുള്ള ഗുണവിശേഷങ്ങളാലും നിറയപ്പെട്ടവനായിരുന്നു. So all favor is flowing from God the Father. അങ്ങനെയെങ്കിൽ എല്ലാ ദൈവപ്രീതിയും പിതാവാം ദൈവത്തിൽ നിന്നാണ് മനുഷ്യരിലേക്ക് ഒഴുകുന്നത്. But to us who are living in the New Testament period, all the favor is flowing through Jesus to us. എന്നാൽ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ മാറ്റം കൂടിയുണ്ട്. എല്ലാ ദൈവപ്രീതിയും നമ്മിലേക്ക് ഒഴുകി വരുന്നത് ക്രിസ്തുയേശുവിലൂടെയാണ്. Hallelujah. Hallelujah. On the banks of the river Jordan, when Jesus was about to get baptized, when he got baptized, the heaven ripped open and there was a loud voice from the Father in heaven, and the voice said, "This is my beloved Son,
in whom I am well pleased. നിങ്ങൾക്കറിയാമല്ലോ, യേശു കർത്താവ് സ്നാനമേൽക്കുവാൻ വേണ്ടിയിട്ട് യോർദാൻ എന്ന ആറിന്റെ കരയിൽ നിൽക്കുമ്പോൾ അവൻ വെള്ളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ സ്വർഗം അവന്റെ മുകളിൽ തുറന്നു. പ്രാവ്, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ താഴേക്ക് ഇറങ്ങി വന്നതിനോടൊപ്പം ദൈവത്തിന്റെ ഒരു ശബ്ദം മുഴങ്ങി. അതിങ്ങനെയായിരുന്നു: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. That means all the favor of the Father is on Jesus, and from him we are receiving the favor. അതിന്റെ അർത്ഥം ഇതാണ്: പിതാവാം ദൈവത്തിൽ എത്രത്തോളം പ്രസാദമുണ്ടോ ആ എല്ലാ ദൈവപ്രീതിയും യേശുവിന്റെ മേൽ വന്ന് ആവസിച്ചു. അവനിൽ നിന്നാണ് നമുക്ക് ദൈവപ്രീതി ഉണ്ടാകുന്നത്. I'm going to give you a verse from the Bible. ഞാൻ നിങ്ങൾക്ക് ബൈബിളിൽ നിന്നൊരു വചനം നൽകാനായി പോകുകയാണ്. Ephesians chapter 1. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം verse number 6. അതിന്റെ 6-ാമത്തെ വചനം. To the praise of his glorious grace, which he has freely given us in the one he loves. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. Hallelujah. Hallelujah. That means the Jesus Christ is the one God the Father loves. അതിന്റെ അർത്ഥം ഇതാണ്: യേശുക്രിസ്തുവാണ് പിതാവാം ദൈവത്തിന്റെ സംപ്രീതി അനുഭവിക്കപ്പെട്ട അല്ലെങ്കിൽ വിളിക്കപ്പെട്ട വ്യക്തി എന്നുള്ളത്. And from him he has given us grace and favor freely. അവനിൽ നിന്ന് അവന്റെ രക്ഷയും അതുപോലെ അവന്റെ സ്നേഹവും നമ്മിലേക്ക് സൗജന്യമായി ഒഴുകുകയാണ്. Hallelujah. Hallelujah. So this is the process from the heavenly Father. All the favor is reaching Jesus, and in him, through him, we receive the grace of God and the favor of God freely. അതിന്റെ അർത്ഥം ഇതാണ്: യേശു കർത്താവിലേക്ക് സ്വർഗത്തിലെ പിതാവിന്റെ സകലമാനമായിട്ടുള്ള ദൈവപ്രീതി ഇറങ്ങി വന്നിരിക്കുന്നു. ഇനി യേശുവിൽ വസിക്കുന്ന ആ ദൈവപ്രീതിയിൽ നിന്നാണ് മനുഷ്യനിലേക്ക്, വിശ്വാസികളായ നമ്മളിലേക്ക് ദൈവപ്രീതി ഒഴുകി വരുന്നത്. Shout a hallelujah. മനസ്സിലായവർ ചേർന്ന് കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറയാമോ? In the New Testament, everything, healing, salvation, blessings, favor, grace, everything is coming through Jesus. ഓർക്കുക, പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ രക്ഷ, ദൈവത്തിന്റെ രോഗസൗഖ്യം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എല്ലാം മനുഷ്യനിലേക്ക് വരുന്നത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. Because Jesus is the way, the truth and the life. കാരണം യേശു കർത്താവാണ് വഴിയും സത്യവും ജീവനുമായിട്ടുള്ളത്. Hallelujah. Hallelujah. There was a famous patriarch called Jacob, and one day when he was sleeping, he saw a dream. ഒരിക്കൽ പഴയ നിയമത്തിൽ നാം വായിക്കുന്ന പൂർവ്വ പിതാക്കന്മാരിൽ പ്രസിദ്ധനായ യാക്കോബ്, അദ്ദേഹം ഒരിക്കൽ ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം താൻ ദർശിച്ചു. He dreamt of a huge long ladder. അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടത് ഒരു വലിയ നീണ്ട ഒരു ഗോവണിയായിരുന്നു. And the bottom of the ladder was touching earth. ആ ഏണിപ്പടിയുടെ അടിഭാഗം ഭൂമിയിൽ മുട്ടിയിരുന്നു. But the top of the ladder was touching heaven. എന്നാൽ ആ ഏണിപ്പടിയുടെ മുകൾ ഭാഗം മുട്ടിയിരുന്നത് സ്വർഗത്തിലായിരുന്നു. So you can imagine the length, the height of that ladder. അങ്ങനെ പറയുമ്പോൾ യാക്കോബ് കണ്ട സ്വപ്നത്തിലെ ഏണിപ്പടിയുടെ ഉയരം എത്രയാണ്? ഭൂമിയിൽ നിന്ന് സ്വർഗം വരെ ആ ഉയരം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിൽ കണക്കുകൂട്ടാൻ സാധിക്കുമല്ലോ. So in other words, the ladder was connecting the earth and the heaven. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരുന്നു ആ ഗോവണി എന്നുള്ളത്. And when he looked, he saw angels coming down, groups of angels descending and ascending through the ladder. ഇപ്പോൾ താൻ സ്വപ്നത്തിൽ കാണുകയാണ് അനേക ദൂതന്മാർ, മാലാഖമാരുടെ കൂട്ടം സ്വർഗത്തിൽ നിന്ന് ആ ഗോവണി വഴി താഴേക്ക് ഇറങ്ങി വരുന്നതും അതുപോലെ ഭൂമിയിൽ നിന്ന് ആ ഗോവണി വഴി മുകളിലേക്ക് കയറി പോകുന്നതുമായ സ്വപ്നം താൻ കണ്ടുകൊണ്ടിരിക്കുന്നു. Gospel of John chapter 1, the last closing verses, when you read, the same thing is mentioned again there. ഇപ്പോൾ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ അവസാനത്തെ വചനങ്ങളിലേക്ക് വരുമ്പോൾ ഈ സ്വപ്നത്തിന്റെ യഥാർത്ഥമായ കാര്യം അവിടെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. Jesus is saying, you will see angels of God coming, descending upon,
through the Son of God. അവിടെ യേശു കർത്താവ് ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങുന്നതും നിങ്ങൾ കാണും. That means Jesus is the Jacob's ladder. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ ഗോവണി എന്നുള്ളത്? യേശു ക്രിസ്തുവാണ് ഈ യാക്കോബിന്റെ ഗോവണി എന്നുള്ളത്. Another shout of hallelujah everywhere. എല്ലായിടത്തും മനസ്സിലായവർ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞാലും. What I'm trying to say is this: only through Jesus anything we can receive from the Father. ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, യേശുവെന്ന ഗോവണിയിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ദൈവിക അനുഗ്രഹങ്ങൾ ഒന്നും പ്രാപിക്കാൻ സാധ്യമല്ല. Luke chapter 4. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം Verses 18 and 19. അതിന്റെ 18-19. Jesus proclaimed the purpose for which he was sent by the Father to this earth. യേശു കർത്താവ് പിതാവിനാൽ ഈ ഭൂമിയിൽ താൻ അയക്കപ്പെട്ടതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. Verse number 19 says, I have come to proclaim the year of the Lord's favor. 19-ാമത്തെ വചനത്തിൽ പറയുന്നത്, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. Look at me please. ദയവായി എന്നെ ശ്രദ്ധിക്കാമോ? Jesus received all the favor from the heavenly Father. സ്വർഗ്ഗത്തിലെ പിതാവിന്റെ സകല സംപ്രീതിയും സ്വീകരിച്ച വ്യക്തിയാണ് യേശു കർത്താവ് എന്നുള്ളത്. And Jesus says, I have come to proclaim the favor, the year of the Lord's favor. എന്നിട്ട് യേശു പറയുകയാണ്, ഞാൻ ഇവിടെ നിൽക്കുന്ന ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. Hallelujah. Hallelujah. So he declared a season of God's favor in this world. അങ്ങനെ നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആ പ്രസാദ വർഷം, ആ കാലഘട്ടത്തെ കുറിച്ചാണ് യേശു കർത്താവ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. 2 Corinthians chapter 6. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം Verse number 2. അതിന്റെ 2-ാമത്തെ വചനം. In the time of my favor I heard you, and in the day of salvation I helped you. I tell you, now is the time of God's favor. Now is the day of salvation. 6-ന്റെ 2-ാമത്തെ വചനം, പ്രസാദ കാലത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്നല്ലോ. അടുത്ത വചനം ഉറക്കെ വായിക്കാമോ? ഇപ്പോൾ ആകുന്നു ദൈവത്തിന്റെ സുപ്രസാദ കാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. Did you hear that? നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ചു കേട്ടുവോ? This is a great news. ഇതൊരു വലിയ വാർത്തയല്ലേ? From the time Jesus proclaimed the season of God's favor, we have the season, the day of God's favor. ഓർക്കുക, യേശു കർത്താവ് എപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞ പോലെ പ്രസാദ കാലം, ആ കാലഘട്ടത്തെ കുറിച്ച് യേശു കർത്താവ് പ്രഖ്യാപിച്ചു പറഞ്ഞു, ആ സമയം മുതൽ ഈ കാലഘട്ടം എന്നുള്ളത് നാം ദൈവ പ്രസാദത്തിൽ ജീവിക്കുന്ന കാലഘട്ടമാണ്. So in general, from the time Jesus proclaimed the favor of the Lord, generally there is the favor of God in this world. ഓർക്കുക, യേശു കർത്താവ് പൊതുവിൽ ഈ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, പൊതുവിൽ ദൈവ പ്രസാദമുള്ള ഒരു കാലഘട്ടമാണ്. Look at me please. ദയവായി എന്നെ ശ്രദ്ധിക്കാമോ? We are living in the days of God's favor upon all continents, all countries, all states, every village, every town, every city, every home, every person. God is showing his favor. ഓർക്കുക, ഈ കാലഘട്ടം എന്നുള്ളത് എല്ലാ രാജ്യങ്ങളിലും, എല്ലാ ദേശങ്ങളിലും, എല്ലാ പട്ടണങ്ങളിലും, എല്ലാ ഗ്രാമങ്ങളിലും ദൈവത്തിന്റെ പ്രസാദമുള്ള ഒരു കാലഘട്ടത്തിലാണ് ദൈവം നമ്മെ ജീവിക്കാനായി സമ്മതിച്ചിരിക്കുന്നത്. The Old Testament was not like that. എന്നാൽ പഴയ നിയമം അങ്ങനെ അല്ലായിരുന്നു. But Jesus, when he came down from heaven, he brought the favor of God into this world. ഓർക്കുക, യേശു കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ദൈവത്തിന്റെ പ്രസാദവും ചുമന്നുകൊണ്ടായിരുന്നു. From that time we experience and enjoy the favor of God here. യേശുവിന്റെ ഭൂമിയിലേക്കുള്ള വരവ് മുതൽ നാം ഇപ്പോൾ ദൈവത്തിന്റെ പ്രസാദം അനുഭവിക്കുകയാണ്, ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. But there is a question. എന്നാൽ ഒരു ചോദ്യമുണ്ട്. Generally
the favor of God is functioning, moving everywhere on earth. പൊതുവിൽ ദൈവത്തിന്റെ പ്രസാദം ലോകമെമ്പാടും പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. How can I get it personally in my life? ഈ പൊതുവിൽ ഈ ഭൂമി മണ്ഡലത്തിൽ മുഴുവനും നിൽക്കുന്ന ദൈവപ്രസാദം വ്യക്തിപരമായി എനിക്ക് മാത്രം അത് എങ്ങനെ പ്രാപിച്ചെടുക്കാൻ സാധിക്കും? You want to get the answer? നിങ്ങൾക്ക് അതിന്റെ ഉത്തരം ആവശ്യമുണ്ടോ? How many of you want to know the answer? എത്ര പേർക്ക് അതിന്റെ ഉത്തരം ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്? All the favor is upon Jesus. എല്ലാ ദൈവപ്രസാദവും യേശുവിന്റെ മേലുണ്ട്. Seat him on the throne in your heart. നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള സിംഹാസനത്തിലേക്ക് അവനെ പ്രതിഷ്ഠിക്കുക. You will also start experiencing the favor of God personally. വ്യക്തിപരമായി ദൈവത്തിന്റെ പ്രസാദം എല്ലാ കാലത്തും നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. I'm telling you this from my experience. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. The moment I was born again, ഞാൻ വീണ്ടും ജനിച്ച ആ നിമിഷം the മുതൽ, moment I received Jesus, യേശുവിനെ ഞാൻ സ്വീകരിച്ച ആ the നിമിഷം മുതൽ, moment I got saved, ഞാൻ രക്ഷ പ്രാപിച്ച ആ നിമിഷം മുതൽ, I started experiencing the favor of God the Father. ദൈവമെന്ന പിതാവാം ദൈവത്തിന്റെ പ്രസാദം ആ നിമിഷം മുതൽ ഞാൻ അനുഭവിക്കാനായി തുടങ്ങി. Jesus is the Son of God. യേശു കർത്താവ് ദൈവപുത്രനാണ്. Hallelujah. Hallelujah. And we always say God has only one only begotten Son. നമ്മൾ എല്ലായ്പ്പോഴും പറയാറുണ്ട് ദൈവത്തിന് ഏകജാതനായ പുത്രൻ മാത്രമേ ഉള്ളൂ. But that is an old story. എന്നാൽ അതൊരു പഴയ കഥയാണ്. Today God the Father has so many sons and എന്നാൽ daughters. ഇന്ന് സ്വർഗ്ഗത്തിലെ പിതാവിന് ഒത്തിരി പുത്രന്മാരും പുത്രിമാരുമുണ്ട്. In the beginning there was only one son. ആദിയിൽ ഒരു ഏകജാതനായ പുത്രൻ മാത്രമേ ഉള്ളായിരുന്നു. But today I am his son. എന്നാൽ ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പുത്രനാണ്. You are his son or daughter. നിങ്ങളും അദ്ദേഹത്തിന്റെ പുത്രിയോ പുത്രനോ ആണ്. Hallelujah. ചേർന്നൊരു ഹല്ലേലൂയ. So from the day of salvation you will have the favor of God in a personal way. ഓർക്കുക, നിങ്ങൾ രക്ഷപ്പെട്ട രക്ഷ പ്രാപിച്ച യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആ നിമിഷം മുതൽ നിങ്ങൾ വ്യക്തിപരമായി ദൈവപ്രസാദം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. So long story short, God the Father is the source of all favor. വലിയ കഥയെ ഒരു ചെറുകഥയാക്കിയിരിക്കുകയാണ്. പിതാവാം ദൈവത്തിന് നമ്മുടെ എല്ലാവരോടും പ്രസാദമുണ്ട്. God the Father is the source of all favor. പിതാവാം ദൈവമാണ് സകല ദൈവ പ്രസാദത്തിന്റെ ഉറവിടം. All the pleasure and favor is upon Jesus. എല്ലാവിധമായ അവന്റെ സന്തോഷവും അവന്റെ പ്രസാദവും യേശുവിന്റെ മേൽ ആദ്യം വന്നു. When you are connected to Jesus, you also receive the favor. ഇനി ആ യേശുവിനോട് നിങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ യേശുവിന് നിങ്ങളിലേക്ക് ആ പ്രസാദം ഒഴുകി വരും. How many have received Jesus as your personal savior? നിങ്ങൾ എത്ര പേർ യേശു കർത്താവിനെ നിങ്ങളുടെ വ്യക്തിപരമായി രക്ഷകനായി അംഗീകരിച്ചവരായിട്ടുണ്ട്? Believe it or not, you have the favor of God resting upon your life. വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയാം, നിന്റെ പ്രൗഢിയോ നിന്റെ പണമോ നോക്കാതെ നീ രക്ഷ പ്രാപിച്ച ആ നിമിഷം മുതൽ കർത്താവിന്റെ പ്രസാദം നിന്റെ മേലുണ്ട്. ആൻറ്റിയുടെ പേര് തങ്കമണി എന്നാണ്. തൻ്റെ മകൾ അഞ്ചു ഗർഭിണിയായതിനു ശേഷം 2 മാസമായപ്പോൾ വല്ലാതെ ബ്ലീഡിങ് വന്നു. ഒത്തിരി രക്തം തൻ്റെ ശരീരത്തിൽ നിന്ന് പോകുവാൻ തുടങ്ങി. ആ സമയത്ത് തൊടുപുഴയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അവിടെ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് എങ്ങനെയാണ്, കുഞ്ഞിന് വളർച്ചയില്ല. അതിനുശേഷം ഏതൊരമ്മയും വേദനിക്കുന്ന രീതിയിലുള്ള ഒരു വാക്ക് അഞ്ചു എന്ന് പറയുന്ന ആ അമ്മയും കേൾക്കുവാനിടയായി. ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കളയണമെന്ന് അവിടെയുള്ള ഡോക്ടർ പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാകുന്നു, ദൈവത്തിൽ നിന്ന് അനുഗ്രഹമാകുന്നു നമ്മളുടെ കുഞ്ഞുങ്ങൾ. ഇവർ നേരെ നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്റർ, കൊച്ചിയിലെ നമ്മുടെ പ്രധാന ബ്ലെസ്സിങ് സെൻ്ററാണ് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്റർ. അവിടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രെയർ കോൾ സെൻറ്റർ നമ്മൾക്ക് അവിടെയുണ്ട്. ആൻറ്റി ടി വിയിൽ ബ്ലെസ്സിങ് ടുഡേ കണ്ടപ്പോൾ ലഭിച്ച നമ്പർ എടുത്തിട്ട് ആ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വിളിച്ചു. അതിനുശേഷം അവിടെയുള്ളൊരു സഹോദരിയാണ് ഫോൺ എടുത്തത്. ഈ ആൻറ്റി തന്നെയാണ് വിളിച്ചത്. ആൻറ്റിയോട് ചോദിക്കുക, ആൻറ്റിയാണല്ലോ വിളിച്ചത്, എന്നാണ് വിളിച്ചത്, അന്ന് ഫോൺ എടുത്ത് പ്രാർത്ഥിച്ച വ്യക്തി കർത്താവിൻ്റെ നാമത്തിൽ എന്ത് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്?
അവിടെ ഫോൺ എടുത്ത സിസ്റ്റർ പറഞ്ഞു, കർത്താവ് പിന്നെ കുഞ്ഞിനെ കാത്തോളും, ഒരാപത്തും ഉണ്ടാകുകയല്ലെന്ന് പറഞ്ഞു. ഇതെന്നാണ് ആൻറ്റി വിളിച്ചത്? ഇപ്പം 7 മാസമായി കഴിഞ്ഞു. 7 മാസം മുമ്പാണ് വിളിച്ചത്. ആൻറ്റി പറയുന്നത് ഇന്നേക്ക് 7 മാസം മുമ്പാണ് ആൻറ്റി നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിലേക്ക് വിളിച്ചത്. അവിടെ ഫോൺ എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രെയർ വാരിയേഴ്സിൽ ഒരാൾ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഫോൺ എടുത്ത ഒരു സിസ്റ്ററാണ്, പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് ആ കുഞ്ഞിനെ കാത്തുകൊള്ളും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ആൻറ്റി എന്താണ് സംഭവിച്ചത്? ആൻറ്റി ചെന്ന് ഇത് മകളോട് പറയാൽ എന്താ സംഭവിച്ചതെന്ന് പറയാമോ? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് കുഞ്ഞിനെ നോക്കി, ഒരു ആപത്തും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ അമ്മ തൻ്റെ മകളോടത് പറഞ്ഞപ്പോൾ ആ മകൾ അത് വിശ്വസിക്കുകയും ചെന്നപ്പോൾ എന്താണ് ഹോസ്പിറ്റലിൽ പറഞ്ഞതെന്ന് പറയാമോ? അവർ പറയും 15 ദിവസം കഴിഞ്ഞ് സ്കാൻ ചെയ്യണം, എന്നിട്ട് കുഞ്ഞിന് വളർച്ചയില്ലെങ്കിൽ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും സമ്മതിക്കരുത്, നമ്മുടെ കർത്താവ് കുഞ്ഞിനെ രക്ഷിക്കും, ഒരാപത്തും കൂടെ കാത്തോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. ഇതാ നമ്മുടെ യേശു എന്ന് പറഞ്ഞ ഈ അമ്മ യേശുവിൽ വിശ്വസിച്ചപ്പോൾ ആ വിശ്വാസം, താങ്ക് യു ഹോളി സ്പിരിറ്റ്, തൻ്റെ മകളോട് പറഞ്ഞു കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ കുഞ്ഞിനെ കളയണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് 15 ദിവസം കഴിഞ്ഞ് സ്കാനിങ് പറഞ്ഞപ്പോൾ ആ 15 ദിവസത്തിനുള്ളിൽ യേശു കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഭവനത്തിലായിരിക്കുന്ന മകൾക്കായി പ്രാർത്ഥിക്കുന്നു. അമ്മയെയും കുഞ്ഞിനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് ചെയ്ത ഈ വലിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യത്തിനായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെയും ആമേൻ. മൂവാറ്റുപുഴ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 3 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. KM ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാൾ, നെഹ്റു സർക്കിളിന് സമീപം, മൂവാറ്റുപുഴ. തൃശൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 4 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, തൃശൂർ. വിശ്വാസത്തോടുകൂടെ കണ്ണുകൾ അടച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുക, കർത്താവിന് ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് സാധിക്കും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഓരോ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ തന്നെ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ആവശ്യങ്ങൾ അത് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് നോർമലായി തീരട്ടെ. അതുപോലെ ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ അതും സാധാരണ നിലയിൽ തന്നെ വന്ന് ചേരട്ടെ. അത്ഭുതകരമായ ഒരു മാറ്റം ശരീരങ്ങളുടെ മേൽ വന്ന് ചേരട്ടെ. കർത്താവെ, ശരീരത്തെ മുഴുവൻ നീര് വയ്ക്കുന്നത് പോലുള്ള ചില അസുഖങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. അതുപോലെ തന്നെ ശരീരത്തിന് ചുറ്റും വല്ലാതെ ഇങ്ങനെ എവിടെ കൈ ഉയർത്താൻ സാധിക്കില്ല, കാലെടുത്ത് വയ്ക്കാൻ സാധിക്കില്ല, എഴുന്നേൽക്കുമ്പോൾ വേദന, ശരീരമാസകല വേദന അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അസൗഖ്യം അതുപോലെ ശരീരങ്ങളിലേക്ക് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൊണ്ടയ്ക്കകത്ത് എപ്പോഴും പഴുത്തതുപോലെ നിൽക്കുന്ന ഒരു വ്യക്തി, സോർ ത്രോട്ടുള്ളത്, അത് കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം തന്നെ ആ ഭാഗം മുഴുവൻ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കർത്താവെ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ശ്വാസ തടസ്സങ്ങൾ ഈ സമയത്ത് മാറിപ്പോകട്ടെ. കർത്താവെ, അപ്പോൾ തന്നെ തൻ്റേതല്ലാത്ത കാരണത്താൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത്തരം വിഷയങ്ങളുടെ മേൽ കർത്താവ് വലിയ വിജയത്തെ നൽകിയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം, സത്യത്തെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. സ്ഥലങ്ങളുടെ വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു ഭവനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്. എന്നോട് ചേർത്ത് പ്രാർത്ഥിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി കർത്താവെ പുതിയ ഭവനം ഒരുങ്ങി വരട്ടെ. സ്ഥലത്തിൻ്റെ വിൽപ്പനകൾ അത് സമയത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ പ്രാർത്ഥനാ വിഷയത്തെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.
യേശുവെ അങ്ങ് മറുപടി കൊടുക്കണമേ, അങ്ങയുടെ അനുഗ്രഹത്തെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചേർന്ന് ഒരു ആമേൻ പറയാമോ? ആമേൻ, ആമേൻ. ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് വെള്ളിയാഴ്ച മൂവാറ്റുപുഴയിലാണ്, അപ്പോൾ തന്നെ ശനിയാഴ്ച തൃശ്ശൂരിലുമാണ്. ഈ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വരണ മീറ്റിങ്ങിൽ പങ്കെടുക്കണം, വലിയ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുക. ഒക്ടോബർ 10-ാം തീയതി മറക്കരുത്, ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനയിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും പങ്കുകാരാകുക. വലിയ അനുഗ്രഹങ്ങൾ ഒത്തിരി രോഗികൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: സോദോമിന് വേണ്ടി മധ്യസ്ഥത ചെയ്തപ്പോൾ അബ്രഹാം പറഞ്ഞ നീതിമാന്മാരുടെ ഉയർന്ന സംഖ്യ എത്ര? വാട്ട് വാസ് ദ ഹൈയസ്റ്റ് നമ്പർ ഓഫ് റൈച്ചസ് പീപ്പിൾ ഇൻ സോദോം വെൻ അബ്രഹാം ഇന്റർസീഡഡ് ഫോർ ദം? ഓപ്ഷൻസ്: എ 49, ബി 50, സി 99, ഡി 100. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC/D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.